ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പണി വരും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. ഡാൻസ് പോലെ എന്തോ ഒന്ന് ഞാൻ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാട്ടുകാർ ഇതേ വന്ന് അവൻ തള്ളുന്നുണ്ട്. നേരത്തെ നമ്മുടെ മുന്നിൽ ഒരു ബാബി ഡോൾ വന്നിട്ടുണ്ടായിരുന്നു. ആരായിരിക്കും? ഓക്കെ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് മിക്കവാറും അപർണയായിരുന്നായിരിക്കും പറയാൻ പോകുന്നത്. അതെ, വേറെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പണി പാളിയനെ. ഓക്കെ, അപ്പം അപർണയുടെ സ്വന്തം പേരായ ജീവയാണ് നമ്മുടെ കൂടെ ഉള്ളത്. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ കോ ഹോസ്റ്റ് ജീവ. ഓൾറെഡി ജീവ എപ്പം നമ്മളുടെ ബാക്കിയുള്ള മിസ്റ്റർ ആൻഡ് മിസ്സസിനൊക്കെ പണിയെടുത്ത് എല്ലാം ഒരു വഴിയാക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പണി വരും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ വരുന്ന പണിയെല്ലാം നമ്മൾ രണ്ടു കൈ കൊണ്ട് നീട്ടി സ്വീകരിക്കും. കുറച്ച് പണികൾ കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ആരുടെയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡാൻസ് പോലെ എന്തോ ഒന്ന് ഞാൻ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള ക്ഷമയും സഹനശക്തിയും നിങ്ങൾക്ക് വേണം. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാട്ടുകാർക്ക് ഇതേ വന്ന് അവൻ തള്ളുന്നുണ്ട്. സാരില്ല, തള്ളാനുള്ളൊരു സ്പേസാ ഇത്. അക്ഷരം പ്രതി ശരിയാട്ടോ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. കുറച്ചു തന്നെ പറയുന്നുണ്ട് എന്തോ ബംഗാളിന്നോ. അതെന്താണെന്നറിയോ, കാര്യം ഇപ്പം സരിഗമപയിലൂടെ ആണ് സിയുടെ ഫാമിലിയുടെ ഭാഗമാകുന്നത്. സിയുടെ 1ാമത്തെ വർഷത്തിന്റെ ആനിവേഴ്സറി ഒരു 1.5 പറഞ്ഞിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അവിടെയും ഈ പറഞ്ഞ ഇതേ ജോലിയായിരുന്നു നമുക്ക്. അതിനുശേഷം സരിഗമപ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഹോസ്റ്റായിട്ട് അത് കഴിഞ്ഞപ്പോൾ വിസ്മയരാവ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ ആ കസേരയിലൊക്കെ പോയി വെറുതെ ജാടായിട്ട് കാലുമേ കലക്കി ചിരിക്കാം. പക്ഷെ അല്ല, ഇവിടെയും കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഞാൻ സത്യം പറഞ്ഞത് സിയുടെ ബാബുമേ ശരിയാ ഒരു ലോഡ് പണിയുണ്ട്. പക്ഷെ എന്നാലും രസമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും. അതെ, എവിടെയെങ്കിലുമൊക്കെ എത്തും. അപ്പം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇവന്റിനെ കുറിച്ച്, നമ്മുടെ വിസ്മയരാവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിസ്മയരാവ് നമ്മുടെ സി ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗെദർ ആണ്. സിയുടെ സീരിയൽ ആർട്ടിസ്റ്റുകളും പിന്നെ ഒരു 1-2 സർപ്രൈസ് ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഞങ്ങളെപ്പോലുള്ള നിങ്ങളുടെ വീട്ടിലെ കുറച്ച് ആൾക്കാരോടൊക്കെ ആയിട്ട് നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെ കണ്ടാൽ മതി. പക്ഷേ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഡാൻസ് അടക്കം. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഏതറ്റം മുതൽ ഏതറ്റം വരെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ട് കാണുമല്ലോ. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഒരു 2-3 മണിക്കൂർ നമ്മുടെ പ്രേക്ഷകരെ 100% എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ജാനുവരി 26-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളുമായിട്ട് സി കേരളത്തിൻ്റെ വിസ്മയരാവ് കാണാൻ മറക്കണ്ട. വിസ്മയരാവ് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ജനുവരി 26 ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക്.